ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ കുറച്ച് ഇരുമ്പമ്പുളി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുമ്പമ്പുളി അതാ പുളിഞ്ചിക്ക എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് പറിച്ചെടുത്തിട്ട് ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിനെ പറിച്ചെടുക്കുകയാണേ. അങ്ങനെ ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുകയാണേ. ഇനി ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവേ. ഞാനിവിടെ റൗണ്ടിന് ഇതേപോലെയാണ് കേട്ടോ, ഈ ഷേപ്പിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അച്ചാറിടാവേ. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് കടുക് വറുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് കണ്ടോ? ഇത് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി. അങ്ങനെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട് കണ്ടോ? ഇതിൻ്റെ കളറ് മാറി വരുമ്പോഴത്തേക്കാണ് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വെന്ത് വരണം കേട്ടോ. നല്ല പരുവത്തിൽ വെന്ത് കുഴയല്, ആവശ്യത്തിന് കുറച്ച് വെന്ത് വരുന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കണ്ടോ. ഇപ്പോൾ എല്ലാം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഒന്ന് എടുക്കണേ. അങ്ങനെ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അതൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ നല്ലപോലെ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണേ. അപ്പം നമ്മുടെ ഇരുമ്പൻ പുളീൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇടാറ്. അപ്പോൾ വേറെ രീതിയിലൊക്കെ അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.